മലയാറ്റൂർ മുളങ്കുഴിയിൽ ഇന്ന് പുലർച്ചെ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആനക്കുട്ടിയെ പുറത്തെത്തിച്ചത്. കിണറ്റിൽ നിന്ന് പുറത്തെത്തിയ ആനയെ വെടിവെച്ചും പടക്കം പൊട്ടിച്ചും വനപാലകർ കാടുകയറ്റി. കൊമ്പന്മാർക്കൊപ്പം ഇന്ന് പുലർച്ചെ കാടിറങ്ങിയ 2 വയസ്സുള്ള കുട്ടിയാനയാണ് ജനവാസ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ വീണത്. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന 20ഓളം വരുന്ന കാട്ടാനക്കൂട്ടം ചിന്നംവിളിയുമായി കിണറ്റിൻകരയിൽ നിലയുറപ്പിച്ചു. മണിക്കൂറുകളോളം പ്രദേശത്തെ വിറപ്പിച്ച കൊമ്പന്മാർ വനപാലകരെയോ നാട്ടുകാരെയോ സമീപത്തേക്ക് അടുപ്പിച്ചതുപോലുമില്ല. ഞങ്ങൾ സ്ഥലത്ത് സമീപത്തെത്തിയെങ്കിലും ഇവിടെ ഒരു കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരെയും അടുത്തേക്ക് അടുപ്പിച്ചില്ല. 20ഓളം അടങ്ങുന്ന ഒരു കാട്ടാനക്കൂട്ടമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. കള്ളയാന ഇവിടെ നിന്ന് വളരെ അഗ്രസീവായി സ്റ്റാഫിനെയും നാട്ടുകാരെയും വാർഡ് മെമ്പറെയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പടക്കം പൊട്ടിച്ചും വെടിവെച്ചും ആനകളെ തുരത്തിയ ശേഷമാണ് രക്ഷാദൗത്യം ആരംഭിച്ചത്. JCB എത്തിച്ച കിണറിന്റെ ഒരു ഭാഗം ഇടിച്ചു നിരത്തി വഴിയുണ്ടാക്കി. 3.5 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നം. ഇതിനിടെ ചിഹ്നം വിളിച്ചും വിഭ്രാന്തി കാട്ടിയും കുട്ടിയാന അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. കയറി വരാൻ വഴി തെളിഞ്ഞതോടെ കുട്ടിക്കൊമ്പൻ ചിഹ്നം വിളിയുമായി കുതിച്ചു ചാടി. ആനയുടെ തുമ്പിക്കൈയിലും നെറ്റിയിലും കഴുത്തിലും മുറിവുകളുണ്ട്. പരിക്കുകൾ ഗുരുതരമല്ല. കുട്ടിയാന ആരോഗ്യവാനാണെന്ന് വനപാലകരും വെറ്റിനറി ഡോക്ടറും വ്യക്തമാക്കി. ആശങ്കയുടെ ആഴക്കയത്തിൽ നിന്ന് മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയാന ആശ്വാസതീരത്തേക്ക് ഓടിമറഞ്ഞു. പക്ഷെ കാട്ടാനപ്പേടിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് മാത്രം അറുതിയില്ല. വന്യമൃഗശല്യങ്ങളിൽ നിന്നുള്ള ശാശ്വത പരിഹാരമാണ് ഇവരും മുന്നോട്ട് വയ്ക്കുന്നത്. മലയാറ്റൂരിലെ മുളങ്കുഴിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ.